ഇന്ന് ഈ ഒരു ടോപ്പിൻ്റെ കട്ടിങ് ആൻഡ് സ്റ്റിച്ചിങ് വീഡിയോ ആണ് കാണിക്കുന്നത്. ഇതിന് വേണ്ടിയിട്ട് ഞാനിവിടെ 2 മീറ്ററിൻ്റെ പ്ലെയിൻ റയോൺ ഫാബ്രിക്കാണ് എടുത്തേക്കുന്നത്. സ്ലീവ്സ് ഇതുപോലെ ഒരു പ്ലീറ്റഡ് സ്ലീവ്സ് ആണ് കൊടുത്തേക്കുന്നത്. യോക്കിൽ ചെറിയൊരു ഫ്ലവർ എംബ്രോയിഡറി കൊടുത്തിട്ടുണ്ടോന്ന് ഹൈലൈറ്റ് ആക്കാൻ വേണ്ടിയിട്ട്. ഇത് ഞാൻ ആദ്യം ന്യൂസ് പേപ്പറിൽ ഒന്ന് കട്ട് ചെയ്ത് കാണിച്ചു തരാം. ന്യൂസ് പേപ്പർ ഇവിടെ ഡബിൾ ഫോൾഡ് ചെയ്താണ് ഇട്ടേക്കുന്നത്. ആദ്യം ഞാൻ ഷോൾഡർ മാർക്ക് ചെയ്യുന്നത് 6 ഇഞ്ചസ് ആണ്. ആം ഹോൾ ഇതുപോലെ തന്നെ 6 ഇഞ്ചസ് മാർക്ക് ചെയ്തിട്ട് ഒരു സ്ട്രെയിറ്റ് ലൈൻ വരച്ചു കൊടുക്കുന്നുണ്ട്. അത് കഴിഞ്ഞിട്ട് ചെസ്റ്റിൻ്റെ മെഷർമെൻറ്റ് മാർക്ക് ചെയ്യാം. ഞാനിവിടെ ഒരു മീഡിയം സൈസാണ് ചെയ്യുന്നത്. അപ്പോൾ 9 ഇഞ്ചസ് ആണ് എടുക്കുന്നത്. പ്ലസ് 2 ഇഞ്ചസ് സീം അലവൻസ് കൊടുക്കുന്നുണ്ട്. അത് കഴിഞ്ഞിട്ട് ആം ഹോളിൻ്റെ ഇവിടെ നിന്ന് ഒരു 1 ഇഞ്ച് ഇതുപോലെ വെച്ചിട്ട് മാർക്ക് ചെയ്തിട്ട് നമുക്ക് ആം ഹോളിൻ്റെ ഷേപ്പ് വരച്ചു കൊടുക്കാം. ഞാനിവിടെ എംബ്രോയിഡറി ചെയ്യുന്നതുകൊണ്ടാണ് ന്യൂസ് പേപ്പറിൽ ആദ്യം ഒന്ന് കട്ട് ചെയ്തെടുക്കുന്നത്. എനിക്ക് ഈ ന്യൂസ് പേപ്പറിൽ കട്ട് ചെയ്തിട്ട് ക്ലോത്തിൽ വെച്ചിട്ട് ഞാനത് ട്രേസ് എടുത്തിട്ട് ആദ്യം എംബ്രോയിഡറി ചെയ്തിട്ടാണ് പിന്നെ ഞാൻ ആ ക്ലോത്തിൽ കട്ട് ചെയ്യുന്നത്. നെക്കിൻ്റെ വിഡ്ത്താണ് ഇനി മാർക്ക് ചെയ്യുന്നത്. 3.25 ആണ് നെക്കിൻ്റെ വിഡ്ത്ത് ഞാൻ മാർക്ക് ചെയ്യുന്നത്. പിന്നെ വേണ്ടത് ഷോൾഡറിൻ്റെ സ്ട്രാപ്പാണ്. അത് 4 ഇഞ്ചസ് ആണ് ഞാനിവിടെ മാർക്ക് ചെയ്തത്. ഈ 4 ഇഞ്ചസ് നമുക്ക് ഓർമ്മയിൽ വേണം കേട്ടോ. നമ്മളിത് കട്ട് ചെയ്ത് കളയും. അപ്പോൾ അതുകൊണ്ട് 4 ഇഞ്ചസ് ഒന്ന് ഓർത്ത് വയ്ക്കണം. നമ്മൾ ആ സ്ലീവിൽ ഇത് ആഡ് ചെയ്യുന്നതായിരിക്കും കേട്ടോ. അതിന് നെക്കിൻ്റെ വിഡ്ത്ത് ഞാൻ മാർക്ക് ചെയ്യുന്നത് 5 ഇഞ്ചസ് ആണ്. അത് കഴിഞ്ഞ് ഈ പോയിൻ്റ് എല്ലാം കൂടി ഒന്ന് ഇതുപോലെ ജോയിൻ ചെയ്യണം. ഒരു ഹേർട്ടിൻ്റെ ഷേപ്പ് പോലെ വരാൻ വേണ്ടിയിട്ടാണ്. ബാക്കിലെ നെക്ക് ഇതുപോലെ തന്നെ സെയിം ആയിട്ടാണ് ഞാൻ കട്ട് ചെയ്തേക്കുന്നത്. നിങ്ങൾക്ക് വേണമെങ്കിൽ ബാക്കിൽ ഈ ഒരു ഹേർട്ട് ഷേപ്പ് വേണമെങ്കിൽ പ്ലെയിൻ ആയിട്ട് സ്ട്രെയിറ്റ് ലൈൻ വരച്ചു കൊടുത്താലും മതി. അത് കഴിഞ്ഞിട്ട് ഞാൻ മറ്റേ വേസ്റ്റിൻ്റെ മെഷർമെൻറ്റ് മാർക്ക് ചെയ്യുന്നുണ്ട് കേട്ടോ. വേസ്റ്റിൻ്റെ മെഷർമെൻറ്റ് 15 ഇഞ്ചസ് ആണ് എടുത്തത് ലെങ്ത്ത്. അവിടുത്തെ വിഡ്ത്ത് എടുക്കുന്നത് 7.5 ആണ്. പ്ലസ് 2 ഇഞ്ചസ് സീം അലവൻസും കൂടി ആഡ് ചെയ്തിട്ട് സ്കെയിൽ ഉപയോഗിച്ച് പോയിൻറ്റ്സ് ഒന്ന് ജോയിൻ ചെയ്ത് കൊടുക്കുന്നുണ്ട്. അത് കഴിഞ്ഞിട്ട് താഴത്തായിട്ടൊരു 1 ഇഞ്ച് മുകളിലേക്കായിട്ട് ഇതുപോലെ മാർക്ക് ചെയ്തൊന്ന് തൂങ്ങി പോവാതിരിക്കാനാണ് കേട്ടോ സൈഡ്. അത് ഇതുപോലെ ഒന്ന് മാർക്ക് ചെയ്തിട്ട് നമുക്ക് കട്ട് ചെയ്തെടുക്കാം. ഇത് കട്ട് ചെയ്ത് കഴിഞ്ഞിട്ട് ഞാൻ ഇത് പേപ്പർ ക്ലോത്തിൽ വെച്ചിട്ട് ട്രേസ് ചെയ്തെടുത്തിട്ട് എംബ്രോയിഡറി ചെയ്യും കേട്ടോ. അതിനുവേണ്ടിയാണ് ഞാൻ ഇതുപോലെ കട്ട് ചെയ്തെടുക്കുന്നത്. ഈ ബോട്ടം പാർട്ട് കട്ട് ചെയ്യുക. അതിനുവേണ്ടി തുണി ഇവിടെ ഞാൻ ഡബിൾ ഫോൾഡ് ചെയ്തിട്ടിട്ടുണ്ട്. ഇതിൻ്റെ നീളം ഞാൻ എടുത്തേക്കുന്നത് 19 ഇഞ്ചസ് ആണ്. വിഡ്ത്ത് ഞാൻ ഈ തുണിയുടെ വിഡ്ത്ത് എന്ന് പറയുന്നത് 43 ഇഞ്ചസ് ആണ്. എനിക്ക് പ്ലീറ്റിന് ആവശ്യമുള്ള വിഡ്ത്താണ് ഉള്ളൂ. നിങ്ങൾക്ക് ഇതിന് കൂടുതൽ തുണിയാണെങ്കിൽ അതിൽ കൂടുതൽ വിഡ്ത്ത് എടുക്കാം കേട്ടോ. അത് കഴിഞ്ഞിട്ട് സ്ലീവ്സ് ആണ് കട്ട് ചെയ്യുന്നത്. തുണി 4 ആണ് മടക്കിയിട്ടേക്കുന്നത്. നമ്മൾ നേരത്തെ 4 ഇഞ്ചസ് ഓർക്കണമെന്ന് പറഞ്ഞില്ല. 4 ഇഞ്ചസിൻ്റെ കൂടെ ഇതുപോലെ 5 ഇഞ്ചും കൂടി മാർക്ക് ചെയ്തിട്ടൊന്ന് കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. സീം അലവൻസ് കൊണ്ട് കൂട്ടിയിട്ട് 5 ഇഞ്ചസാണ് നമ്മൾ എടുത്തേക്കുന്നത്. ഇതുപോലെ ഇരിക്കും കേട്ടോ സ്ലീവ്. അതിൻ്റെ ലെങ്ത്ത് എന്ന് പറയുന്നത് ഇത് 11 ഇഞ്ചും വിഡ്ത്ത് എന്ന് പറഞ്ഞാൽ 8 ഇഞ്ചുമാണ്. ഇതുപോലെ നമ്മൾ പ്ലീറ്റ്സ് ഇട്ട് കൊടുക്കും സ്ലീവ്സിന്. അപ്പോൾ ആദ്യം നമ്മൾ സ്ലീവ്സാണ് റെഡിയാക്കി എടുക്കുന്നത്. അതിനുമുമ്പ് ഞാനൊന്ന് ജസ്റ്റ് ഒന്ന് എംബ്രോയിഡറിയുടെ കുറച്ച് ക്ലിപ്സ് കാണിക്കുന്നുണ്ട്. വെറുതെ ഒരു ഫ്ലവേഴ്സ്, കുറച്ച് ലീവ്സ് ഒന്നുമില്ല, ജസ്റ്റ് ഫ്ലവേഴ്സ് മാത്രം ഒന്ന് കൊടുക്കുന്നേ ഉള്ളൂ. റണ്ണിങ് സ്റ്റിച്ച് ഉപയോഗിച്ചിട്ട് നമ്മൾ സാറ്റിൻ എന്താ പറയുക ഒരു സിൽക്ക് ത്രെഡ് ഉപയോഗിച്ചിട്ടാണ് ചെയ്തേക്കുന്നത്. അത് കഴിഞ്ഞ് കുറച്ച് ക്രോസ് പീസ് വേണം. ഞാനിവിടെ ലൈനിങ് യൂസ് ചെയ്തിട്ടില്ല. ആദ്യം നമുക്ക് സ്ലീവ്സ് ഇതുപോലെ ഡബിൾ ഫോൾഡ് ചെയ്തെടുക്കുക. 2 സൈഡും ഇതുപോലെ ഒന്ന് ചെറുതാക്കിയിട്ട് 2ആക്കി മടക്കി എടുക്കുന്നുണ്ട്. അതിനുശേഷം നമുക്ക് താഴ്ഭാഗത്ത് ചെറിയ ചെറിയ പ്ലീറ്റ്സ് ഇട്ട് കൊടുക്കാം. നിങ്ങൾക്ക് സ്ലീവ്സ് കുറച്ചും കൂടി കൈയുടെ അങ്ങോട്ടേക്ക് ഒഴുകി ഇങ്ങനെ കുറച്ചും കൂടി ഇങ്ങനെ കിടക്കണമെങ്കിൽ ഇത്രയും കൂടി വിട്ടിൽ തുണി വേണം കേട്ടോ. ഞാനിവിടെ ഈ വീഡിയോയിൽ കാണിച്ച പോലെ ചെറുതായിട്ടൊരു സ്ലീവ്സാണ് ചെയ്യുന്നത്. അത് കഴിഞ്ഞിട്ട് നമുക്കിത് ടോപ്പിൽ അറ്റാച്ച് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ നെക്ക് മെഷർമെൻറ്റ് 3.25 ഇല്ലേ, അത് ഇതുപോലെ മിഡിൽ പാർട്ടിൽ നിന്ന് 2 സൈഡിലേക്കും 3.25 ഇതുപോലെ മാർക്ക് ചെയ്തിട്ട് സ്ലീവ് ഇതുപോലെ ആ മാർക്ക് ചെയ്തതിൻ്റെ അപ്പുറത്തുനിന്ന് ആം ഹോളിൻ്റെ അടുത്തൊക്കെ വരുന്ന വിധത്തിൽ വെച്ചിട്ട് ഇതുപോലെ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുന്നുണ്ട്. 2 സൈഡ് ഇതുപോലെ നല്ല വശവും കൂടി വെച്ചിട്ടാണ് സ്റ്റിച്ച് ചെയ്തെടുക്കുന്നത്. അത് കഴിഞ്ഞിട്ട് നമുക്ക് ക്രോസ് പീസ് ഉപയോഗിച്ചിട്ട് നമ്മൾ സാധാരണ നെക്ക് അടിക്കുന്ന പോലെ അടിച്ച് മറിച്ചിടാം. ഇപ്പോഴാണ് ഞാൻ പറഞ്ഞത് നിങ്ങൾ ലൈനിങ് യൂസ് ചെയ്യുന്നതായിരിക്കും കുറച്ചും കൂടി നല്ലത്. അതാകുമ്പോൾ നമുക്ക് എളുപ്പമാണ്. ഒറ്റ സ്റ്റിച്ച് കഴിഞ്ഞിട്ട് മറിച്ചെടുത്ത് കഴിഞ്ഞാൽ ടോപ്പ് സ്റ്റിച്ചും കൂടി കൊടുത്താൽ കഴിഞ്ഞു. ഇതാകുമ്പോഴത്തേക്കും ക്രോസ് പീസ് ആകുമ്പോഴത്തേക്കും ഈ ഒരു കട്ടിങ് വരുന്നില്ലേ ഹേർട്ടിൻ്റെ ഷേപ്പിൽ, അവിടെയൊക്കെ വരുമ്പോഴത്തേക്കും സൂചി കുത്തി നിർത്തി ഒരു കട്ട് കൊടുത്തിട്ടൊക്കെ അടിച്ച് നമ്മൾ മറിച്ചെടുക്കണം. എൻ്റെ കയ്യിൽ ലൈനിങ് ഈ സിമിലർ കളർ ഉണ്ടായിരുന്നില്ല. അതുകൊണ്ട് ഞാൻ ഈ ഒരു ക്രോസ് പീസ് വെച്ചിട്ട് ചെയ്യണം കേട്ടോ. ഇത് ശരിക്കും പറഞ്ഞാൽ ഈ ഒരു മോഡൽ ലൈനിങ് വെച്ച് ചെയ്യുന്നതായിരിക്കും നല്ല എളുപ്പം. ലൈനിങ് വെച്ച് ചെയ്യുമ്പോൾ പെട്ടെന്ന് തീരും. ഇതാകുമ്പോൾ ഒരുപാട് സ്റ്റിച്ച് ഇതുപോലെ ചെയ്തെടുക്കേണ്ടി വരും കേട്ടോ. മറിച്ചെടുത്തിട്ട് ഞാൻ ഇവിടെ ടോപ്പ് സ്റ്റിച്ച് കൊടുത്തിട്ട് പിന്നെ നമ്മൾ അകത്തേക്കാക്കി വെച്ചിട്ട് ഇതൊന്ന് ഫിനിഷ് ചെയ്തെടുക്കുവാണ്. വീഡിയോ കാണുമ്പോൾ കുറച്ചും കൂടി നിങ്ങൾക്ക് മനസ്സിലാവും.
ഞാനിത് സ്പീഡിൽ കാണിക്കുന്നതാണ്, വീഡിയോ ലെങ്തായി പോവാതിരിക്കാനാണ്. അപ്പോൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്താണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. പിന്നെ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക കേട്ടോ. പിന്നെ ഞാൻ ഇതുപോലെ തന്നെ ബാക്ക് പീസും ഇതുപോലെ തന്നെ ക്രോസ് പീസും ഉപയോഗിച്ചിട്ടാണ് ജോയിൻ ചെയ്യുന്നത്. ബാക്ക് പീസിൽ ഞാൻ സിബ് യൂസ് ചെയ്യുന്നുണ്ട്, നോർമൽ സിപ്പറാണ് യൂസ് ചെയ്യുന്നത്. അതിൻ്റെ ഡീറ്റെയിൽ വീഡിയോ ഞാൻ ചാനലിൽ ഓൾറെഡി ഇട്ടിട്ടുണ്ട്, അതുകൊണ്ട് സിബ് അറ്റാച്ച് ചെയ്യുന്നത് കാണിക്കുന്നില്ല. ഫ്രണ്ട് പീസ് നമ്മൾ ഇതുപോലെ അറ്റാച്ച് ചെയ്ത് എടുത്തിട്ടുണ്ട് സ്ലീവ്. ഇനി ബാക്ക് പീസിലും കൂടി ഈ സ്ലീവ് അറ്റാച്ച് ചെയ്ത് എടുക്കണം. അതിന് വേണ്ടിയിട്ട് ബാക്കിൽ ഇതുപോലെ തന്നെ 3.25 ഇഞ്ചസ് നെക്കിൻ്റെ വിട്ട് നമ്മൾ ആദ്യം അടയാളപ്പെടുത്തണം. അതിനുശേഷം സ്ലീവിൻ്റെ ഇപ്പുറത്തെ അറ്റം ഇതുപോലെ വെച്ചിട്ട് സെയിം നമ്മൾ ഫ്രണ്ടിൽ ചെയ്ത പോലെ തന്നെ ഇതൊന്ന് അറ്റാച്ച് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ എനിക്ക് മെസ്സേജസ് ആയിട്ട് കുറേ മോഡൽസ് ഇങ്ങനെ വരുന്നുണ്ട്. ഞാൻ ഓരോ മോഡൽ എനിക്ക് ടൈം കിട്ടുന്ന പോലെ ചെയ്ത് കാണിക്കാം കേട്ടോ. ക്രോസ് പീസ് ഇതുപോലെ തന്നെ നമ്മൾ ഫ്രണ്ടിൽ ചെയ്ത പോലെ തന്നെ ഇതിലും ക്രോസ് പീസ് വെച്ചിട്ടാണ് നെക്ക് ഫിനിഷ് ചെയ്തെടുക്കണം. ബാക്കിലെ പീസിൽ ഞാൻ ആദ്യം സ്ലീവ് അറ്റാച്ച് ചെയ്യുന്നതിന് മുമ്പ് ക്രോസ് പീസ് ഒരു തവണ അടിച്ചിട്ട് അബദ്ധം പറ്റിയിട്ട് ഇങ്ങനെ അഴിച്ചതാണ് കേട്ടോ. അതാണ് ഇവിടെ ഒരു മാർക്കിങ്, ഒരു മടക്ക് പോലെ കാണുന്നത്. ഞാൻ സ്ലീവ് അറ്റാച്ച് ചെയ്യാൻ മറന്നുപോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് അഴിച്ചിട്ട് ഒന്നും കൂടി ഞാൻ സ്ലീവ് വെച്ചിട്ട് അടിച്ചെടുക്കുവാണ്. ഇതിനകത്ത് മെയിൻ പണി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ക്രോസ് പീസ് വെച്ചിട്ട് ഫിനിഷ് ചെയ്തെടുക്കുന്നുണ്ട്. ബാക്കിയെല്ലാം സിമ്പിളാണ്, നമുക്ക് സിമ്പിളായിട്ട് ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരു ടോപ്പാണ്. ലൈനിങ് യൂസ് ചെയ്യാൻ ശ്രദ്ധിക്കുക. ലൈനിങ് ആകുമ്പോഴത്തേക്ക് നമുക്ക് പെട്ടെന്ന് തന്നെ കുറച്ചും കൂടി ഫിനിഷിങ്ങിൽ കിട്ടും കേട്ടോ. ഇനി ബോട്ടം പാർട്ട് ഞാനിവിടെ ചെറിയ ചെറിയ പ്ലീറ്റ്സ് ഇട്ട് കൊടുക്കുവാണ്. ഒരു 4 ഇഞ്ചസ് ഈ അറ്റത്ത് വിട്ടതിന് ശേഷമാണ് കേട്ടോ ഞാൻ പ്ലീറ്റ്സ് ഇട്ട് കൊടുക്കുന്നത്. അപ്പുറത്തെ അറ്റത്ത് ഒരു 4 ഇഞ്ചസ് വിടുന്ന വരെ ഇതുപോലെ പ്ലീറ്റ്സ് ഇട്ട് കൊടുക്കുന്നുണ്ട്. രണ്ട് സൈഡിൽ ഒരു 4 ഇഞ്ചസ് ഗ്യാപ്പ് ഇട്ടിട്ടാണ് ഞാൻ മിഡിൽ പോർഷനിൽ മാത്രമാണ് ഇതുപോലെ പ്ലീറ്റ്സ് ഇട്ട് കൊടുക്കുന്നത്. ഇതുപോലെ രണ്ട് പാർട്ടും ബാക്ക് പാർട്ടും ഫ്രണ്ട് പാർട്ട് ഇതുപോലെ പ്ലീറ്റ്സ് ഇട്ട് എടുത്തിട്ട് നമ്മുടെ യോക്ക് ഭാഗത്തിൻ്റെ നല്ല ഭാഗവും കൂടി ഇതുപോലെ വെച്ചിട്ട് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുന്നുണ്ട്. നമുക്ക് ഇത് ക്രോസ് പീസ് വെച്ച് അടിക്കുന്ന ഒരു ഭാഗം മാത്രമേ ഉള്ളൂ കുറച്ച് ടൈം എടുക്കുന്നത്. നിങ്ങൾ ലൈനിങ് യൂസ് ചെയ്യുകയാണെങ്കിൽ പെട്ടെന്ന് തന്നെ സ്റ്റിച്ച് ചെയ്തെടുക്കാൻ പറ്റും. നല്ല ഈസിയാണ്, നല്ല സ്റ്റൈലിഷ് ലുക്കും തരുന്ന ഒരു ടോപ്പാണ് കേട്ടോ. രണ്ട് യോക്ക് ഭാഗവും അതായത് ബാക്ക് പാർട്ടും ഫ്രണ്ട് പാർട്ടും ഇതുപോലെ തന്നെ വെച്ചിട്ട് ഞാൻ 2 സ്റ്റിച്ച് കൊടുത്തിട്ട് ഒന്ന് ഓവർലോക്കും കൂടി ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഓവർലോക്ക് ചെയ്ത് കൊടുക്കണം, അല്ലാന്നുണ്ടെങ്കിൽ തുണി നൂല് ഇതുപോലെ വിട്ട് വരും കേട്ടോ. ഇത്രയേ ഉള്ളൂ. ഇത് കഴിഞ്ഞിട്ട് നമുക്ക് ഇതിൻ്റെ സൈഡ് ജോയിൻ ചെയ്യാം. അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ നല്ല ഭാഗവും അത് ബാക്ക് പീസിൻ്റെ നല്ല ഭാഗവും ഇതും കൂടി മറിച്ച് വെച്ചിട്ട് ഇതുപോലെ ഷേപ്പ് നമ്മൾ മറ്റേ മെഷർമെൻറ്റ് കൊടുത്തിട്ടില്ല വേസ്റ്റിൻ്റെ അവിടം വരെ നമ്മൾ 2 ഇഞ്ചസ് കൊടുത്തത് വരെ ഇതുപോലെ മാർക്ക് ചെയ്തെടുക്കണം. സ്റ്റിച്ച് ചെയ്യുമ്പോഴത്തേക്ക് നമ്മൾ ഈ യോക്കിൻ്റെ താഴത്ത് ഒരു 2-2.5 ഇഞ്ച് വരെ ഇതുപോലെ 2 ഇഞ്ചസ് മാർക്ക് ചെയ്തിട്ട് താഴത്തേക്ക് ഒരു 1/2 ഇഞ്ചിലോട്ട് ഇതുപോലെ മാർക്ക് ചെയ്ത് താഴ്ഭാഗം സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞ് താഴ്ഭാഗം ഒന്ന് ഡബിൾ ഫോൾഡും കൂടി ചെയ്ത് കഴിഞ്ഞാൽ നമ്മളുടെ ടോപ്പ് ഇവിടെ റെഡി ആവും കേട്ടോ.